മാഷാ അല്ലാ 3 കോടിയോളം രൂപ ചിലവിൽ റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. എന്നാൽ മക്കളെ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഇതിന്റെ സ്ട്രക്ചർ, ആർക്കിടെക്റ്റൊക്കെ ഒരു രക്ഷയില്ല. ഇതെവിടെയെന്നല്ലേ, നമ്മുടെ ചേലാമ്പ്ര രാമനാട്ടുകര റൂട്ടിലെ പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലെ ഒരു വിശ്വസുന്ദരമായ ഒരു സ്ഥലത്ത് ഒരു സലഫി പള്ളി. ഒരു രക്ഷയില്ല. പള്ളി നോക്കി, ഇതിന്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പുത്തൻ മെറ്റീരിയലും പുത്തൻ ആശയത്തോടും കൂടിയിട്ടാണ് കേട്ടോ. ഞാനിതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എടുത്ത കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രകൃതി ആർക്കിടെക്ട് എന്ന് പറഞ്ഞൊരു ടീമാണ്. അപ്പൊ ആ ടീമിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിലെ സ്ട്രക്ചറിൽ ഒരേ ഒരു പള്ളി ഉള്ളൂ എന്നുള്ളതാണ്. പടച്ചവന്റെ ഭവനം, പടച്ചവനും നമ്മളും കൂട്ടിമുട്ടുന്ന ഒരു ഇടം. അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കണം എന്നുള്ളതാണ് പടച്ചവൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ നാട്ടിലെയും പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരുന്നു കേട്ടോ. വൈകുന്നേരം അസർ നിസ്കാരത്തിന്റെ ശേഷമാണ് ഇതിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വലിയൊരു ഹാള്, അതുപോലെ മുകളിൽ നിന്ന് ബാൽക്കണി പോലത്തെ ഒരു ഹാളും ഉണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞതോട് കൂടിയിട്ട് അവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ഒരുപാട് വിശിഷ്ടാതിഥികൾ വന്നിരുന്നു. നമുക്കും ഒരു ക്ഷണം ഉണ്ടായിരുന്നു. നല്ല ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പ്രസംഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ആർഭാട് അതിഗംഭീര പരിപാടി. ഇതിന്റെ ഏറ്റവും എനിക്ക് അട്രാക്ഷൻ തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനിങ് തന്നെയാണ്. ജാമിയൽ ഫുർഖാൻ സലഫി മസ്ജിദ്, അതാണ് നമ്മളെ പള്ളിയുടെ പേര്. ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു പള്ളിയുടെ പുനരുദ്ധാരണത്തിന് 3 കോടിക്ക് മേലെ ഇവർ ചിലവിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതും ഇതിൽ എടുത്തു പറയേണ്ടത് ഇത് ഒരു സ്പോൺസർഷിപ്പാണ്. 3 കോടി എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പള്ളിക്കും വേണ്ടി സഹകരിച്ച, മാനസികമായും ശാരീരികമായും സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.